എല്ലാവർക്കും റിയൽ 23 പുതിയ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നൊരു ലോഞ്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ലോഞ്ചറിൻ്റെ ഒന്നും കൂടി ഉണ്ടാക്കി നമ്മൾ കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇങ്ങനെ പിടിയും ഇടും. അപ്പോൾ നമ്മൾ ഇത് ഇവിടെ വെച്ചിട്ട് ആണ് നമ്മൾ ഈ സാധനം ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ ഈ സാധനം ഉണ്ടാക്കേണ്ട സാധനം കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു റീഫില്ലർ, ഒരു പേനയുടെ ടോപ്പ്, പിന്നെ 2 റബ്ബർ ബാൻഡ്, പിന്നെ ഒരു ഈർക്കിലി, 2 ഈർക്കിലി, പിന്നെ ഒരു കത്രിക. ഇത്രയാണ് ഗൈസ് നമുക്കിപ്പോൾ വേണ്ടത്. അപ്പോൾ നമുക്കിനി പിന്നെ ഒരു കാർഡ്ബോർഡ്. അപ്പോൾ നമുക്കിനി നേരെ പണി തുടങ്ങേണ്ട അടുത്തോട്ട് പോകാം ഗൈസ്. ഫസ്റ്റ് ഇനി നമുക്കിത് ഒരു 10 പീസായിട്ട് മുറിച്ചെടുക്കണം. ഇങ്ങനെ വെക്കുക, ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ മുറിക്കുക. എല്ലാം ഇങ്ങനെ ഈസി ആയിട്ട് നടക്കട്ടെ. ഇന്ന് ഭയങ്കര പണിയായിരിക്കും. ആദ്യം ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ മുറിക്കുക, ഇങ്ങനെ മുറിക്കുക. നമ്മൾ വിജയിച്ചു ഗൈസ്, നമ്മൾ ചെയ്തിരിക്കുന്നു. ഇങ്ങനെയുള്ള പരിപാടിയാണ്. ഇനി നമുക്ക് ഇതിനെ മുറിച്ച് ചെറിയ ചെറിയ പീസാക്കി എടുക്കാം. ചെറിയ പീസ് എന്ന് വെച്ചാൽ നമ്മുടെ ലോഞ്ചറിന് കണക്കുള്ള പീസാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ പരിപാടിയിലോട്ട് പോകാം. ലോഞ്ചറിനൊരു വെറും ഒരു ചെറിയ പീസാട്ടോ വേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ആ പീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ലോഞ്ചറിൻ്റെ പീസ് ചെയ്ത് വരുമ്പോൾ കുറച്ച് നേരം എടുക്കുന്നത്. നമ്മൾ ഈ ലോഞ്ചറിൻ്റെ പീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു സൈഡിൽ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എൻ്റെ കയ്യിൽ തന്നെ പിടിക്കാം. അപ്പോൾ ഇനി നമുക്കുള്ള പരിപാടി ചെയ്യട്ടോ. അപ്പോൾ ഇനി വേണ്ടത് ഈ കത്രിക കൊള്ളുമെന്ന് പറഞ്ഞില്ല, നമുക്ക് വേറെ ഒരു കത്രിക എന്നല്ലോ. നമുക്കിനി ഈ കത്രിക ഇവിടെ വെച്ചിട്ട് പണിയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് വേണ്ട ഒരു വലിയ പീസാക്കി എടുക്കണം. എൻ്റെ പൊന്ന്, ഇത് വെച്ച് നല്ല വൃത്തിക്ക് മുറിഞ്ഞല്ലോ. ഓ കൊള്ളാം, നല്ല കിടക്കാച്ചി കത്രിക. ഇത് നമുക്കിതിൻ്റെ ഒരേ പീസാണ്. അപ്പോൾ നമുക്കിനി ഇത് മുറിക്കാൻ തന്നെ പണിയിലോട്ട് തന്നെ നടക്കാം കേട്ടോ. മുറിച്ച് വരുമ്പോൾ കുറേ നേരം എടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ തൽക്കാലം അത് കാര്യം നോക്കുന്നില്ല. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ പേരുണ്ട്, നമ്മുടെ റീഫില്ലർ കുട്ടനെയാണ്. റീഫില്ലർ കൂടി ഉണ്ട്. ഇനി നമുക്ക് ഇതിനെ തുളയാക്കി എടുക്കണം. നമുക്കിവിടെ നിന്ന് തുളയാക്കാം. റീഫില്ലർ പണി തന്നു ഗൈസ്. അപ്പോൾ നമുക്കൊരു പേന എടുക്കേണ്ടി വരും. ഒരു പേന ഇങ്ങനെ നമുക്കങ്ങനെ പേനയും കിട്ടിയിട്ടുണ്ട്. റീഫില്ലർ പണിയെന്നുകൊണ്ട് നമ്മളൊരു പേന എടുക്കുകയാണ്. എഴുതുന്ന പേനാണ് അപ്പോൾ നമുക്ക് നമ്മളങ്ങനെ ഒരു തുളയാക്കി എടുത്തിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ആദ്യത്തെ തുളയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. ലക്ഷ്യസ്ഥാനത്തോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് ഗൈസ്. അമ്മച്ചി കയ്യിലോട്ട് ചെറുതായിട്ടെന്ന് പെണ്ണ് കുത്തിയതാണ്. വേറെ ഒരു കുഴപ്പമില്ല. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ഈർക്കിലി കുത്തിക്കയറ്റാം. 2 ഈർക്കിലുണ്ട്. വെള്ളം എടുക്കണോ ചെറുതെടുക്കണോ? ഗൈസ്, ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടു. ഒന്നല്ല, 2 കാര്യം ഞാൻ പറഞ്ഞില്ല. ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബും ചെയ്യണം. ഇത് രണ്ടും ചെയ്ത ആൾക്കാർ കമൻറ്റിലൊരു ബ്ലൂ ഹാർട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലിട്ടാൽ മതി.
ഇതിനെക്കുറിച്ചൊരു ഫുൾ വീഡിയോ ആയിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഇതിനി നമുക്ക് ഇങ്ങനെ കുത്തിക്കയറ്റി വെക്കണം. ഇനി നമുക്ക് നമ്മുടെ 2 ചെറിയ പീസുകളുണ്ട്, അത് നമ്മൾ കുത്തിയിട്ടില്ല, കുത്തിയേക്കാം. നമ്മുടെ പഴയ റീഫില്ലർ നമ്മുടെ പഴയ റീഫില്ലർ കാണില്ല, അതില്ലെങ്കിലും പ്രശ്നമില്ല, അത് പോയാൽ മതി. എന്നാൽ നമ്മൾ പറയും ഗൈസ്, കാരണം ആ റീഫില്ലർ ഉള്ളതുകൊണ്ടാ അപ്പോൾ നമ്മുടെ റീഫില്ലർ പോയിട്ടുണ്ട്. വേറെ ഒന്നും കൂടി ഉണ്ട്, നമ്മുടെ പഴയ റീഫില്ലർ. തൽക്കാലത്തേക്ക് ഇപ്പോൾ അതിനെ തന്നെ ഉപയോഗിക്കേണ്ടി വരും, വേറെ വഴിയില്ല. ഓരോരോ റീഫില്ലർ വെറുതെ മനുഷ്യരെ അപ്പോൾ ഇനിയുണ്ട് പരിപാടി. നമ്മളിപ്പോൾ ഇത് സൈഡ് കട്ടിങ് ആണ്, നമ്മുടെ മുടിയൊക്കെ വെട്ടിക്കൊടുക്കുകയാണ്. നമ്മുടെ അതിൻ്റെ മുടി നമ്മളങ്ങനെ വെട്ടിക്കൊടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് സൈസായിട്ട് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. പെർഫെക്റ്റ് തന്നെയാണോ അല്ലേ നമുക്കറിയാം. ഇനി നമുക്കിതിൻ്റെ നടുക്ക് തന്നെ തുളയിടാം. ഈ കാർബോർഡിനെ കൊണ്ടൊരു ഭയങ്കര കുഴപ്പമാട്ടോ. കാർബോർഡിനല്ലേ ഈ പെന്നിൻ്റെ റീഫില്ലറിന് കുഴപ്പം. ഇതിന് ഈ ചെറുതിനൊക്കെ തുളയിടുന്നതിന് എന്താണോ കുഴപ്പം. നമ്മൾ സമാധാനത്തോടെ തുളയിട്ട് വരുമ്പോഴാണ് ഇതുങ്ങൾ പണി ഇരുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് സഹിച്ചിരിക്കാൻ പറ്റൂലേ. പണിയുടെ ഇടയ്ക്ക് പണി മഹാപണി തന്നെ ആൾക്കാർ. ദേ പറഞ്ഞു തരുന്നില്ല, അടുത്ത പണി ഇരുന്നത് വരും. ഇളകി പോവില്ല റീഫില്ലറേ. തുളയായി സാധനം പൊട്ടിയിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം എന്ന് പറയാം. ഇനി നമുക്ക് ഇതിന് തുളയും കൂടി ഇല്ലാണ്ട് നമ്മൾ എങ്ങനെ ഇട്ട് തീർക്കും ഗൈസ്. നമ്മുടെ നല്ല റീഫില്ലറാണ് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു പുതിയ റീഫില്ലർ വേണ്ടി വരും, ചിലപ്പോൾ. അപ്പോൾ ഒരു പുതിയ റീഫില്ലറും കൂടി വേണ്ട വരും ഗൈസ്. കിട്ടില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ട് നമുക്ക് പഴയ തന്നെ വെച്ച് ചെയ്യാം. ഈ വീഡിയോയുടെ എൻഡിങ് ആണ് ഇപ്പോൾ. ഇത് ടെസ്റ്റിംഗ് ടൈമും കൂടി കഴിഞ്ഞിട്ടല്ലേ കേസ് എൻഡിങ്. അതുകൊണ്ട് എൻഡിങ്ങിന് വരും നമുക്ക് ഈ പേനോച്ചനെ എടുക്കാം. ഈ റീഫില്ലർ അതായത് ഒരു പൊട്ട റീഫില്ലറായിരുന്നു ഗൈസ്. നമ്മുടെ നേരത്തെ എടുത്ത കത്രി ഇവിടെ ഇരിക്കേണ്ടി, ഇവനെ വെച്ച് നമുക്ക് ഇനി മുറിക്കാം. ഓ പിള്ളേരെ നല്ല കിഡിലും തുളയാക്കി തന്നിട്ടുണ്ട്. ഈ തുള വെച്ച് വേണമെങ്കിലുണ്ടല്ലോ ഒരു 1.5 ഒരു ആനേനെ വരെ പിടിക്കാം. അങ്ങനത്തെ കണക്കൊരു തുളയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. എന്താക്കും ഗൈസ്, കിട്ടിയത് വെച്ചിട്ട് നമുക്കിനി തുളയാക്കാം. ഇത് ചെയ്യുന്നതിനും പണി എന്നാവുന്നതിന് മുമ്പ് പണി കിട്ടിയാണ്. അതിന് ഇതിനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് സമാധാനത്തോടെ കയറ്റിക്കൊടുക്കാം. ഇനി നമ്മുടെ റബ്ബർ ബാൻഡ് കുട്ടൻ ഉണ്ട്. പിന്നെ പറയില്ല, നമ്മൾ ഈ പണി ഇന്ന് തീർന്നു ഉറപ്പിച്ച്. നമ്മുടെ സാധനം പോകുന്നു. നമുക്കിനി രണ്ടാമത്തെ ഈർക്കിൽ കുത്തേണ്ട സമയമായി. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ഈർക്കിൽ കുത്തി വെച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതായത് നമ്മുടെ 3ാമത്തെ റബ്ബർ ബാൻഡ് നമ്മളിങ്ങനെ എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് 3ാമത്തെ റബ്ബർ ബാൻഡും
ഇങ്ങോട്ട് വെക്കാം. ഇപ്പോൾ നമ്മൾ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ ഗൈസ്, നമ്മുടെ പരിപാടി അങ്ങനെ തീരാനായിട്ടുണ്ട്. ഈ പരിപാടി എങ്ങനെ നമുക്ക് വരപ്പണിയുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയുള്ള പരിപാടി ഇട്ടു. നമ്മൾ തോക്കണക്കാണ് പാക്ക് വെച്ചേക്കുന്നത്. ഞാൻ അടിക്കാം. ഓ ഗൈസ്, സെറ്റ് എന്ന് പറഞ്ഞാൽ പൊളി. ഇനി നമ്മുടെ സാധനം എടുത്തു ഇങ്ങോട്ട് വെക്കേണ്ടതാണ് ഗൈസ്. നമ്മുടെ സാധനം അത് വെക്കുമ്പോൾ നമ്മുടെ ക്യാമറമാൻ നമ്മളങ്ങനെ ഇത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമ്മളിത് ടെസ്റ്റിംഗ് ടൈമാണ്. അപ്പോൾ നമുക്കിത് ടെസ്റ്റിംഗ് ടൈമിലോട്ട് വെക്കും. ഞാൻ എന്നെ തന്നെ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് നോക്കാം ഇതിൻ്റെ വെയിൻ എത്രയാണ്. മനപ്പൂർവ്വം നമ്മൾ ചമ്മിയിരിക്കുന്നു. ഇനി നമുക്ക് ഇങ്ങോട്ട് ടെസ്റ്റ് ചെയ്യാം. ശരിയായില്ല. ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്തോ. ഫസ്റ്റത്തെ പണി ഇപ്പോൾ സക്സസ് ആയിരിക്കുകയാണ്. രണ്ടാമത്തെ വെടിയിലോട്ടാണ് നമ്മളിപ്പോൾ കിടക്കാൻ പോകുന്നത്. ഈ ഒരു ഷോട്ടിന് ശേഷം നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യം പറഞ്ഞേക്കാം, ലൈക്കും സബ്സ്ക്രൈബും കൂടി ചെയ്യണം. ചെയ്തിട്ടൊരു ബ്ലൂ ഹാർട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് പോയില്ല. നമുക്ക് ഒന്നും കൂടി ഇങ്ങനെയൊക്കെ ഇങ്ങനെ വീണിരിക്കുകയാണ്. അപ്പോൾ ഇതും കണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ബ്ലൂ ഹാർട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേരെ. ബൈ.